ഞങ്ങൾ ഉയർത്തും ശബ്ദമിതാ അനീതിക്കെതിരായിട്ടെന്നും നീതിയുടെ നേർന്നടിച്ച കടനായകനെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ
അഭിവാദ്യങ്ങൾ പിന്നെ ബൈക്ക് വിട്ട് കാര്യം
ഭരിക്കട്ടെ. കോൺഗ്രസ് പുതുപ്പള്ളിയുടെ ശബ്ദമിതാ പിടി സതീശ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ജനലക്ഷങ്ങൾ പിന്നാലെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷം കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച് ഇവിടെ കേരളം മുഴുവൻ മുടിപ്പിച്ച് ജനങ്ങൾക്ക് വഴിയിറങ്ങി നടക്കാൻ മേലാത്തൊരു അവസ്ഥയായിരിക്കാണ്. അതിൽ നിന്ന് 102 സീറ്റ് നേടി UDF ഇന്ന് ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തെ ഇന്ന് കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഹൈക്കമാൻഡ് സമ്മാനിച്ചിരിക്കുന്നത്, വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. അതിനുശേഷം UDFന് തുടർ ഭരണം ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, നമ്മുടെ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ണിൽ നിന്ന്, നമ്മുടെ ചാണ്ടി ഉമ്മന്റെ മണ്ണിൽ നിന്ന് വി.ഡി. സതീശന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ എല്ലാവിധമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് നമ്മുടെ DC സെക്രട്ടറി ശ്രീ സാബു ഉദയപ്രകാശ് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സന്തോഷ സൂചകമായി നടത്തിയ നമ്മുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനും ആരാധ്യനുമായ പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലതാകുമാരി സലിമോൻ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട മെമ്പറെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, മുൻ മെമ്പർമാര്, ബഹുമാന്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും INDUസിന്റെയും ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരു 2ാം സ്വാതന്ത്ര്യ സമരം നടത്തി ആ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയം നേടി ഇന്ത്യയുടെ റെഡ് ഫോർട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തിയ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തില് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഏറ്റവും വലിയ വിജയം, 102 സീറ്റുകളുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ചില ചട്ടക്കൂടുകളും നേതൃത്വത്തിന്റെ ഇടപെടലുകളും എക്കാലവും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ഹൈക്കമാൻഡിന്റെ പവർ എന്താണെന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ അല്ല ചിന്തിക്കേണ്ടതും അവരല്ല കണ്ടുപിടിക്കേണ്ടതും. അതിനൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില ചട്ടക്കൂടുകൾ നിലനിൽക്കുമ്പോൾ ആ ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തികച്ചും ന്യായമായി കേരളത്തിലെ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ഇംഗിതത്തിനനുസരിച്ച്
കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് ഇന്ന് ന്യായമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആരാധ്യനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് ഉച്ചതൊട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. ഏതായാലും നമ്മുടെയൊക്കെ ആഗ്രഹത്തിന് നിവൃത്തി വരുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനീയനായ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയങ്കരിയായ സോണിയാഗാന്ധിയും പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ ഉന്നയിക്കപ്പെട്ട ശ്രീ കെ.സി. വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും എ.ഐ.സി.സി. വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറുമായ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ ഒരു വാർഡ് പ്രസിഡന്റിനെ പോലെ ഒരു ബൂത്ത് പ്രസിഡന്റിനെ പോലെ പാർട്ടി നേതൃത്വം പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് വി.ഡി. സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ വെള്ളം തിളപ്പിച്ചു വെച്ചിരുന്നവർക്ക് അത് വാങ്ങിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം കണ്ട് ആരും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നമ്മുടെ സഹപ്രവർത്തകരായ ഓരോരുത്തരുടെയും നേതൃത്വത്തില് ഇവിടെ നടത്തിയ ഈ ആഹ്ലാദ പ്രകടനത്തിന് കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുമുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമ്മുടെ ഇന്നത്തെ പ്രകടനത്തിന് നേതൃത്വം നൽകിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, DCCയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ സാബു പുറമെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷം ഇതാ കേരളത്തിന് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രമാത്രമാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. നമ്മുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികള് തല്ലുകൊണ്ട സാഹചര്യങ്ങളുണ്ടായി. നീതിക്ക് വേണ്ടി യുവാക്കളും യുവതികളും സമരം ചെയ്തു. അവരുടേതായ തൊഴിലവസരങ്ങളും അവരുടേതായ റാങ്ക് ലിസ്റ്റുകളും എല്ലാം അവർ നിയമവിരുദ്ധമായ കാര്യങ്ങള് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിൻവാതിലെ നിയമനങ്ങൾ നടത്തി. അങ്ങനെ രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ സമസ്ത മേഖലകളിലും അഴിമതി നിറഞ്ഞ ഈ ഇടതുപക്ഷ ഭരണമാണ് തൂത്തെറിഞ്ഞുകൊണ്ട് നമ്മള് ഇതാ 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് വി.ഡി. സതീശൻ നമുക്ക് ആവേശത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ സമസ്ത മേഖലകളിലും നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ നേതാവ് 100% നീതിപൂർവമായ ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നമ്മുടെ നാട്ടിലെ സമ്പന്നാവസ്ഥയിൽ കിടക്കുന്ന ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്ന് ഇടതുപക്ഷത്തിന്റേതായ ഭരണ കാലയളവിൽ ശ്രീമാൻ അച്യുതാനന്ദന്റെ കാലത്ത് ഇവിടെ സമ്പന്നാവസ്ഥയിലായ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ തടസ്സപ്പെടുത്തിയ സംഭവമാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് ചികിത്സ ലഭിക്കേണ്ട സാഹചര്യം, 1000-ലധികം ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ സാഹചര്യമുള്ള നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി 10 ഏക്കർ സ്ഥലവും വാങ്ങി ഈ ആശുപത്രി കെട്ടിടങ്ങളൊക്കെ പരിപൂർത്തി കിടക്കുകയാണ്. അതിന്റേതായ പ്രവർത്തനം ആരംഭിക്കാതെ കിടക്കുന്നു. ഈ മേഖലകളിൽ ഇത് നമുക്ക് പൂർവാധികം ശക്തി പ്രാപിച്ച് നമ്മുടെ ഈ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ IHRDയുടെ പയ്യപ്പാടി കോളേജ് പ്രദേശമുണ്ട്. അവിടെ വിജനമായി കിടക്കുന്ന സാഹചര്യം വീണ്ടുമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ സെന്റ് ജോർജ് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളില്ലാത്ത സാഹചര്യം. കെട്ടിടങ്ങൾ പണിപൂർത്തി കിഡ്നിയുടെ പണം ഉപയോഗിച്ച് ഇടതുപക്ഷക്കാരെ അഴിമതി നടത്തിയ സാഹചര്യങ്ങള്. അങ്ങനെ നമ്മുടെ ആശുപത്രികളുണ്ട്. സമസ്ത മേഖലകളിലും നമുക്ക് പുരോഗതി കൈവരിക്കുവാൻ ഉപകരിക്കുന്ന
നമ്മുടെ നേതാവ് വി.ഡി. സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സംസാരിക്കുന്നതിനിടെ നമ്മുടെ ബഹുമാന ഇ കെ പ്രകാശൻ. ഏറെ പ്രിയപ്പെട്ടവരെ, സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന മനസ്സുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, കേവലം 41 സീറ്റുമായിട്ട് നമ്മളിരിക്കുമ്പോൾ 100-ലധികം സീറ്റ് മേടിക്കുമെന്നും 12-ലധികം മന്ത്രിമാർ തോക്കുമെന്നും അതോടൊപ്പം ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു നേതാവിന്റെ വാക്കുകളാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുവാനും വളരെ കരുത്തോടുകൂടി രാഷ്ട്രീയ രണാങ്കണത്തിൽ പയറ്റുവാനുമുള്ള ഒരു ഊർജ്ജം നമുക്ക് പകർന്നത്. അതിന്റെ ഫലം കൊയ്തു 100-ലധികം സീറ്റ് മേടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ജനവികാരത്തെ മാനിച്ചുകൊണ്ട്, പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് നമ്മുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചില അല്പം ഡിലേ വന്നു, പക്ഷെ അതൊക്കെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ രമ്യമായി ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ നമ്മളെ ഏറ്റവും അധികം ഇപ്പോഴും സൈബർ പോരാളികൾ ആക്രമിക്കുന്നത് ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ലെന്നാണ്. പക്ഷെ ഇതുവരെ അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ അവർ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നു നിർത്തുന്നു. നമസ്കാരം. ജയ് കോൺഗ്രസ്. പ്രസിഡന്റ് കലാകുമാരി സലിമ. ഈ പരിപാടിയുടെ അധ്യക്ഷരായിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ്, പ്രിയപ്പെട്ട ബ്ലോക്കിന്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ഇ കെ പ്രകാശിനെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങള്, പഞ്ചായത്ത് മെമ്പർമാര്, പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുണക്കുട്ടന്മാരായ പ്രവർത്തകരെ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. 10 വർഷത്തിന് ശേഷം നമ്മുടെ കേരളം ജനാധിപത്യ രീതിയിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു പോകുന്നതിന് ധീരതയുടെ നേതാവായ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി നമ്മുടെ പാർട്ടി അംഗീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു പുനർജീവനം തന്നെയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിവുള്ള, കേരളത്തിന്റെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉജ്ജ്വലമായ രീതിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കടന്നു വരുന്നതിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും, അതോടൊപ്പം തന്നെ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന പ്രിയപ്പെട്ട വി.ഡി. സതീശന് പുതുപ്പള്ളിയുടെ എല്ലാ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. അടുത്തായിട്ട് സംസാരിക്കുന്നതിനുവേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയസിനെ ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി, DCCയുടെ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബുച്ചായൻ അടക്കമുള്ള നേതാക്കളെ, 10 വർഷക്കാലം UDFന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും തെരുവിൽ അലഞ്ഞ് പട്ടിയെ പോലെ ഇവര് ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ച് ചെടിച്ചട്ടിയെടുത്ത് തലക്കടിച്ചും വളരെ കഷ്ടതയും ധിക്കാരവും നിന്നയെ അനുഭവിച്ച് അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് സാധാരണ പ്രവർത്തകരുടെ വേർപ്പിന്റെ ഫലമാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടീം UDF ഒന്നിച്ചൊന്നായി പ്രവർത്തിച്ചു. അതിന്റെ വിജയമാണ്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ വന്നു ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം സെക്രട്ടറി അജിത്തിനെ ക്ഷണിച്ചോളൂ. ഏറെ ബഹുമാന്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രവർത്തകരെ, എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വേളയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് ഇന്നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ ബോധിപ്പിച്ച അവസരത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. സമചാരി സമരം ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരെയും വിളിച്ചില്ലെങ്കിലും ഒരാളെ പോലും ഫോണിൽ ബന്ധപ്പെട്ടില്ലെങ്കിലും കേരളത്തിൽ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ഇന്ന് പുതുപ്പള്ളിയിൽ വി.ഡി. സതീശന് നന്മകൾ നേർന്നുകൊണ്ട് അണിനിരക്കുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വി.ഡി. സതീശൻ നേതാക്കളുടെ നേതാവല്ല, ജനങ്ങളുടെ നേതാവാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഹൈക്കമാൻഡിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. 10 വർഷം നീണ്ട 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തെരുവിലൊഴുക്കിയ ചോരയ്ക്കുള്ള മറുപടി ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമായി നാം കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. UDF വളരട്ടെ, നന്മകൾ നിറയട്ടെ, നാട്ടിൽ UDF ഒരു മാതൃകയായി തീരട്ടെ, അതിൽ ഏറ്റവും കഴിവുള്ള നേതാവായി വി.ഡി. സതീശൻ മാറട്ടെ എന്ന് മാത്രം
ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ. പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, കഴിഞ്ഞ 10 വർഷം ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ആ ഒരു ഭരണമാണ് നടന്നത്. അതിനുള്ള കൃത്യമായ മറുപടി കേരളത്തിൽ ജനത നൽകി. പ്രിയപ്പെട്ട വി ഡി സതീശൻ ചങ്കൂറ്റത്തോടുകൂടി കേരളത്തെ നയിക്കാൻ തൽപരരായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വി ഡി സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി പറയുന്നതിനോട് UDF ചെയർമാൻ ശ്രീ വി എ മോഹൻദാസിനെ ക്ഷണിച്ചോളൂ. കേരളത്തിലെ ജനവികാരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി UDFന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനവികാരം നമ്മളിവിടെ നടപ്പിൽ ആക്കി. ആ ജനവികാരത്തിന് പങ്കെടുത്ത നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ ആൾക്കാർക്കും ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുത്തേ മുത്തേ മണിമുത്തേ, ഞങ്ങളുടെ യോവന നേതാവേ, വി ഡി സതീശ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, മുത്തേ മുത്തേ മണിമുത്തേ, ഞങ്ങളുടെ യോവന നേതാവേ, വി ഡി സതീശ നേതാവേ, ധീര വീര നേതാവേ, ധീരതയോട് നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. നമ്മുടെ ഈ ആഹ്ലാദ പ്രകടനം അവസാനിച്ചാണ് പ്രഖ്യാപിച്ചോളുന്നത്. ഓക്കെ, 2 കൊടികൾ കൊടുക്കണേ.